ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന പെട്രോളിലൊക്കെ എത്തനോളിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ കിട്ടിയൊരു പണിയാണ്. എപ്പോഴും നമ്മൾ ടാങ്കിനകത്ത് എത്ര നല്ല ഫിൽറ്റർ ഇട്ടാലും ഇതുണ്ടോ, ഇത് നമ്മുടെ ടാങ്കിൽ നിന്ന് പെട്രോൾ വന്ന് കൂടുന്ന പൈപ്പാണ് ഈ കാണുന്നത്. ഇതാണ് ആ പൈപ്പ്. ഈ പൈപ്പിൻ്റെ നേരെ മുകളിലാണ് ഇവിടെ ഈ ഫിൽറ്റർ ഉള്ളത്. ഇതൊരു മെഷാണ്. ഈ മെഷ് വെച്ചില്ലെങ്കിൽ ഈ കാർബറേറ്റർ ഫുള്ളായിട്ട് പോകും. ഞാൻ ചില മോട്ടറുകളൊക്കെ അഴിക്കുമ്പോൾ കണ്ടിട്ടുള്ളത്, പലരും ഈ പണിയെടുത്തതിന് ശേഷം ഈ മെഷ് ബ്ലോക്ക് ആയിക്കുമ്പം ഈ മെഷ് എടുത്തും കളയുക ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഹിന്ദിക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ മെഷ് എടുത്ത് കളയുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോ, ഇതാണ് ഈ കാർബറേറ്റർ ഏറ്റവും വരുന്ന ഒരു കംപ്ലയിൻറ്റ്. ഇതുകൊണ്ടാണ് രാവിലെ മെഷീൻ സ്റ്റാർട്ടായി കഴിയുമ്പം എത്ര നമ്മൾ വൈകുന്നേരം പണിയെടുത്ത് നല്ല കണ്ടീഷനായിട്ട് പണി നിർത്തിയാലും രാവിലെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് മിസ്സിങ് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് കണ്ടോ, ഒരു മൂക്കള പോലത്തെ ഒരു സാധനമാണ് ഇതിനകത്ത് കയറി അടഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ നെറ്റ് ഫുള്ള് ബ്ലോക്കാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് മുഴുവൻ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഈ ഇളകി വരുന്ന സാധനം ഉണ്ടല്ലോ, ഈ മൂക്കള പോലെ ഈ വരുന്ന സാധനം, ഇത് ഈ ഓയിലും പെട്രോളും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം എത്ര നല്ല ഫിൽറ്റർ ഇട്ടാലും അതിനകത്തൂടെ കയറി വരുന്ന പെട്രോളിൽ വന്ന് അടയുന്ന. ഇപ്പോൾ രാവിലെ നമ്മൾ ഇന്നലെ ഫുള്ള് പണിയെടുത്ത് ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ വെച്ച മെഷീൻ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഡ് എടുക്കുന്നില്ല. അപ്പോൾ ഓഫായി പോകുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അതിന് വേണ്ട പെട്രോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ കാർബറേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് അറിയാം ഏകദേശം കാർബറേറ്റർ ഈ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് നമുക്കറിയാം. ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റ് പൊടികളല്ല, എൻ്റെ പെട്രോൾ ടാങ്കിലുള്ള ഫിൽറ്റർ ഏറ്റവും നല്ല ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയതാണ്. ഇനി ഇതിനകത്തുണ്ടായിരുന്ന ഈ മെഷ് ഉണ്ടല്ലോ, ഇതിനകത്ത് ഈ കാണുന്നത് മുഴുവൻ ഇതേപോലെ അടഞ്ഞിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മെഷീൻ വർക്ക് ചെയ്യും? അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇതിനെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ എത്തനോളൊന്നും ഇനിയിപ്പോൾ മാറുകയില്ല. ഇതെന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഗവൺമെൻറ് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മെഷീൻ ഇങ്ങനെ ഒരു മിസ്സിങ്, ആക്സിലേറ്റർ കൊടുക്കും തോറും മിസ്സിങ് പമ്മി കളിക്കുന്നുണ്ട് എങ്കിൽ ഇതൊരു വലിയ കാരണമാണ്. അപ്പോൾ ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് പണി നടക്കേണ്ടതുണ്ട്, സ്പെയർ മെഷീനിൽ അവർ പണിയെടുക്കുന്നത്. അപ്പോൾ എനിക്കിത് ശരിയാക്കി കൊടുത്തിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ അധികം നീട്ടുന്നില്ല. എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ കാരണമാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരുവിധം നല്ല പമ്പിന്ന് നല്ല പെട്രോൾ നോക്കി പരമാവധി വാങ്ങി ഒഴിക്കാൻ നോക്കുക. അതല്ലാതെ നമുക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീൻ്റെ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ നമ്മൾ മെഷ് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി. ഒരു പല്ല് തേക്കുന്ന ബ്രഷ് ഇതുണ്ടോ, ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ചാണ് ക്ലീൻ ആക്കിയത്. ഒരു പഴയ ബ്രഷൊക്കെ എപ്പോഴും കരുതണം. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കിയത്. ഇപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓക്കെ ആയിരിക്കും. ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യണം. എന്നാൽ വലിയതായിട്ട് ടൈറ്റാക്കി ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കൊന്നും പൊട്ടിച്ച് കളയണ്ട. ഒരു മിനിമത്തിൽ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ ഊരി പോവുകയും ചെയ്യരുത്. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം പെട്രോൾ ഒന്ന് പമ്പ് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് പെട്രോൾ വരുന്നുണ്ട്. നമ്മളിത് വെച്ചു. ഇത് പണിസ്ഥലത്ത് നിന്നായതുകൊണ്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉള്ള സൗകര്യത്തിൽ വെച്ചിട്ടാണ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് പിസ്റ്റൺ ടൂളിൽ നിന്ന് ഇതിലേക്ക് എയർ വരുന്ന ഹോൾ. അപ്പോൾ ആ ഹോൾ അടയാൻ പാടില്ല. ഈ ഹോളിൽ കൂടി എയർ കയറുമ്പോഴാണ് പെട്രോളിനെ ഇതിലേക്ക് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഹോളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കി ചെക്ക് ചെയ്തൊക്കെ ഫിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും ഇത് അഴിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഓക്കെ,
അപ്പോൾ നമ്മളെ മോട്ടോർ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ കംപ്ലയിൻറ്റ്. നിങ്ങൾ പറ്റുന്നവരൊക്കെ പരീക്ഷിച്ച് നോക്കുക, അല്ലാത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഓക്കെ, ബൈ.